കനത്ത പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഈ ഫ്ലെക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM-ൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്, ഗുഡ് മോർണിംഗ്. ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, KK രാഗേഷിനെതിരെ, പിണറായി വിജയനെതിരെയൊക്കെയുള്ള ഫ്ലെക്സുകൾ, പോസ്റ്ററുകളൊക്കെ ഉയരുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തതാണ്. ഈ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവി, കല്യാശ്ശേരിയിലെയും മട്ടന്നൂരിലെയും തലശ്ശേരിയിലെയും പോലും ഭൂരിപക്ഷത്തിലെ കുത്തനെയുള്ള ഇടിവൊന്നും പാർട്ടിക്കാർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഉറപ്പായും ഉൾപാർട്ടി വിമർശനങ്ങൾ ഉണ്ടാവും. എന്താണിപ്പോൾ കണ്ണൂർ ജില്ലയിലെ CPM-നുള്ളിൽ സംഭവിക്കുന്നത് ശരത്? ഷിയാസ്, അതായത് കണ്ണൂരിൽ പ്രധാനമായും CPM-ലെ നേതൃമാറ്റം ആവശ്യം ശക്തമാക്കുകയാണ് പ്രധാനപ്പെട്ട അണികളും ഒപ്പം പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പ്രാദേശിക തലത്തിൽ. അതായത് ഇത്തരത്തിൽ നേരത്തെ കോൺഗ്രസിലൊക്കെ തന്നെ കണ്ടുവരുന്ന ശൈലിയാണ് ഫ്ലെക്സ് ബോർഡ് കൊണ്ടുള്ള പ്രചരണങ്ങൾ. പക്ഷേ അതിപ്പോൾ CPM-ലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ എന്തായാലും പി ജയരാജനെ കൊണ്ടുവരൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അരീക്കോട് മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പി ജയരാജനെ നമുക്കറിയാം, നേരത്തെ തന്നെ പാർട്ടിയിൽ പി ജയരാജനായി വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. PJ ആർമി എന്നടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾ, അത്തരത്തിലൊരു വിങ് തന്നെ പി ജയരാജനെ അനുകൂലിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ പി ജയരാജനെ അനുകൂലിക്കുന്നവരുൾപ്പെടെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് പോലും വലിയ വിമർശനങ്ങൾ നേരിടുന്നു, അവരെ പോലും പാർട്ടി പിന്തുണയ്ക്കാത്ത സാഹചര്യമൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ വീണ്ടും നിലവിലെ ഈ കനത്ത പരാജയത്തിന് പിന്നാലെ ഈ പി ജയരാജനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണം വീണ്ടും ശക്തമാക്കുകയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തോൽവി ഈ പറയുന്നത് പോലെ കനത്ത പരാജയമാണ്. പാർട്ടിയുടെ കേഡർ വോട്ടുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം, അത്തരത്തിലുള്ള അടിത്തട്ടിൽ പോലും വലിയ പ്രശ്നങ്ങൾ CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ അത്ര ശക്തമായ ഒരു നേതൃത്വം വേണം. അത് പി ജയരാജന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള നേതൃശൈലിയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്നതാണ്. പിണറായി വിജയനും ഒപ്പം MV ഗോവിന്ദനടക്കമുള്ള നേതാക്കളുടെ ശൈലിയിൽ ഉൾപ്പെടെ വലിയ വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ പി ജയരാജനെ പോലെയുള്ള നേതാക്കളെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പ്രാദേശിക തലത്തിലും ഒപ്പം പ്രാദേശിക നേതാക്കൾക്കിടയിലും വലിയ ശക്തമായ MV ഗോവിന്ദന്റെ പോലും സ്ഥാനം CPM-നുള്ളിൽ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. MV ഗോവിന്ദനൊക്കെ പങ്കുവെക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒക്കെ കീഴെ വരുന്ന കമന്റുകൾ അത്രയും വിമർശനമാണ്. എന്നാൽ M സ്വരാജും പി ജയരാജനും ഉൾപ്പെടെയുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പാർട്ടിയെ ഏറ്റെടുക്കൂ, പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരൂ, ഉത്തരവാദിത്തോടെ പെരുമാറൂ, ഇപ്പോൾ പാർട്ടിയെ രക്ഷിക്കൂ എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. അപ്പോൾ